ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ നേരത്തെ തെരളി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പായസം, ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുകയാണ്. എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരാറുണ്ടോ? പൊങ്കാലയിടാൻ വരും. ഞങ്ങൾ ഹരിപ്പാട്ടിൽ നിന്നാണ് വരുന്നത്. ഹരിപ്പാട്. കുറച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും, എന്ത് ചെയ്യും? വെയിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അല്ലെങ്കിൽ വെയിലിനെ ഞങ്ങൾക്ക് അമ്മയുടെ ഭക്തി കൊണ്ട് വെയിൽ ഞങ്ങൾക്കൊരു കാര്യമല്ല. അതാണ് അശ്വതി, വെയിലൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും പൊങ്കാല ഇട്ടാൽ മതി. അമ്മയോടുള്ള ഒരു ഭക്തി, അതാണ് എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ കുറേ പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവരൊക്കെ പറയുന്നത് വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്ക് പൊങ്കാല ഇടണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എൻ്റെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. കാരണം അത്രയധികം ആൾക്കാരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പൊങ്കാല ഇടാനായിട്ട്. എല്ലാവരുടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 10:15 പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതോടെ ഇവരെല്ലാവരും പൊങ്കാല സമർപ്പണത്തിലുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അടുപ്പൊരുക്കി പൊങ്കാലയ്ക്കുള്ള മറ്റെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറെക്കുറെ പൂർത്തിയായി. ആരൊക്കെയാ വന്നേ? മോളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഇവരെല്ലാവരും ഞങ്ങളുടെ ഒന്നിച്ച് വന്നവരാ. എല്ലാ വർഷവും വരുന്നവരാണ്? എല്ലാ വർഷവും വരുന്നതാ. കുറേ വർഷമായി വരാൻ തുടങ്ങി? അതെ, ഒത്തിരി വർഷം കൊണ്ടേ ചെയ്യുന്നുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വന്നിട്ട് അമ്മേനോട് ആയിട്ടും ചെയ്തു തരും, ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കൊട്ടാരക്കര എഴുകോണെന്ന്. ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരടക്കം, അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന് ഇവിടെ സ്ഥലം കണ്ടെത്തി പൊങ്കാല അടുപ്പിടാനുള്ള സ്ഥലം കണ്ടെത്തി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, പൊങ്കാലയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാർ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് സ്ഥലം കണ്ടെത്തി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ പൊങ്കാലയ്ക്കായുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്.